നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബി.ജെ.പി. വർഗീയ കാർഡിറക്കി കളിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ നിലനിൽപ്പില്ലെന്ന് ബി.ജെ.പിക്ക് തന്നെ മനസ്സിലായി. രാഹുൽ ഗാന്ധിക്കെതിരെയും കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഒറ്റ പ്രത്യയശാസ്ത്രത്തിലെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. മോദിയെ താഴെയിറക്കാനാണെങ്കിൽ ഇരുവർക്കും ഒന്നായി മത്സരിച്ചാൽ മതിയെന്നും ശ്രീകാന്ത്. കണ്ടൽക്കാട്ടിൽ മാലിന്യം തള്ളി തോട്ടട പോപ്പുലർ മെഗാ മോട്ടോഴ്സിന് 25,000 രൂപ പിഴ. തുടർ നടപടിക്ക് നിർദ്ദേശം. മാലിന്യം സ്വന്തം ചെലവിൽ തിരിച്ചെടുപ്പിച്ച് സ്ക്വാഡ്. വാർത്തകൾ വിശദമായി. വിദ്വേഷ പ്രസംഗം. പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. ചട്ടങ്ങളും നിയമങ്ങളും പരസ്യമായി ലംഘിക്കുന്ന പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ പ്രസംഗം രാജ്യവിരുദ്ധം. മുസ്ലിങ്ങളെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. മുസ്ലിങ്ങളെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുക, സങ്കല്പ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം ജനങ്ങളിൽ വളർത്തുന്നതിനുള്ള തനി വർഗീയ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. മുസ്ലിം വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ സന്തതികളെ എങ്ങനെയാണ് നുഴഞ്ഞുകയറ്റക്കാരോട് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? തലമുറകളായി ഇവിടെ ജീവിച്ചു വരുന്നവരാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ വിവിധ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എടുത്താൽ അതിനകത്ത് എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്ക് കാണാൻ സാധിക്കും. ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം സൃഷ്ടിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. രാജ്യത്തെ സന്തതികൾ എങ്ങനെയാണ് നുഴഞ്ഞുകയറ്റക്കാരാകുന്നത്? തലമുറയായി ഇവിടെ വളർന്നു വന്നവരാണ് അവർ. പ്രധാനമന്ത്രി രാജ്യത്തെ ഒന്നിച്ച് നയിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ്. പ്രത്യക്ഷതയിൽ വർഗീയതയാണ് പറയുന്നത്. കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത് ബി.ജെ.പിക്ക് മനസ്സിലായി. ബി.ജെ.പിക്ക് ജനങ്ങൾ പരസ്പരം പോരടിക്കുകയാണ് വേണ്ടത്. നടപടി ഉണ്ടാകില്ലെന്ന ആത്മവിശ്വാസം എങ്ങനെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുന്നു? ബി.ജെ.പി. നിലവിട്ട് പ്രവർത്തിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ നേതാവെന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നിലപാട് രാഹുൽ ഗാന്ധി എടുക്കുന്നില്ല. ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. കേന്ദ്ര ഏജൻസികളെയും RSSനെയും രാഹുൽ ഗാന്ധി പിന്തുണക്കുന്നു. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി കരുതണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളാനാവില്ല. കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം ജയിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദേശീയ നേതാവെന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നിലപാട് രാഹുൽ ഗാന്ധി എടുക്കുന്നില്ല. ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. കേന്ദ്ര ഏജൻസികളെയും RSSനെയും രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി കരുതണം. കേരളത്തിന് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളാനാവില്ല. കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം ജയിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ ഞാൻ വിമർശിച്ചു എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അതും പ്രതിപക്ഷ നേതാവിന് അറിയാത്തതല്ല, നിങ്ങളും മനസ്സിലാക്കാത്തതല്ല. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ഇന്ത്യയിൽ നടത്തുന്നു. ആ യാത്രയിൽ ഒരിടത്തും ആ യാത്രയിൽ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രതികരണമില്ല. പൗരത്വ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. എന്താ പ്രതികരണം ഇല്ലാത്തത്?
അത് ആർക്കാ സന്തോഷം പകരുക? BJP ക്കല്ലേ സന്തോഷം പകരുക? നിങ്ങൾ സംഘപരിവാറിൻ്റെ നിലപാടിനെ വിമർശിച്ചില്ല എന്ന് ഞാനോ ഇടതുപക്ഷ നേതാക്കളോ LDF നേതാക്കളോ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെയാണ് BJP ക്ക് സന്തോഷം പകരുക? ഈ കോൺഗ്രസിൻ്റെ നിലപാടല്ലേ BJP ക്ക് സന്തോഷം പകർന്നത്? പോട്ടെ, നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികകൾ പുറത്തിറക്കുകയാണ്. ഞങ്ങളും പ്രകടന പത്രിക പുറത്തിറക്കി. ഞങ്ങളെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യുമെന്ന് കൃത്യമായി എഴുതി. എന്താ ഇവർക്ക് എഴുതാൻ പറ്റാതിരുന്നത്? കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഒരു ഭാഗമില്ലാലോ, അങ്ങനെ ഒരു വാചകമില്ലാലോ. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഉദ്ധരിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നത്തെ പത്രസമ്മേളനം ഉണ്ടായില്ലേ? എന്ത് വാശിയോടെയാണ് പറഞ്ഞത്, വായിക്കാതെ പറയാണ്. ഈ പ്രകടന പത്രികയിൽ ഈ പറയുന്ന ഭാഗം പരാമർശിച്ചില്ല എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. പ്രകടന പത്രിക വായിക്കണ്ടേ? പ്രകടന പത്രിക വായിക്കാതെയാണ് ഈ പറഞ്ഞത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായം ഇല്ലായിരുന്നു എന്നായിരുന്നു മറുപടി. ഇന്ത്യ എന്ന മുന്നണി ഇല്ലെന്നും അത് ഒരു സംവിധാനം മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K. സുധാകരന്റെ PA VK മനോജ് കുമാർ BJP-യിൽ ചേർന്നു. 2004 മുതൽ 2009 വരെ K. സുധാകരൻ MP ആയിരുന്ന സമയത്ത് മനോജ് കുമാർ ആയിരുന്നു PA. സുധാകരന്റെ വികസന വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് BJP-യിൽ ചേർന്നതെന്ന് മനോജ് കുമാർ പറഞ്ഞു. കണ്ണൂരിന്റെ വികസനത്തിനായി MP എന്ന നിലയിൽ സുധാകരൻ ഒന്നും ചെയ്തില്ല. UPA ഭരിക്കുന്ന സമയത്ത് പോലും സുധാകരൻ ചെറുവിരൽ അനക്കിയില്ലെന്നും മനോജ് കുമാർ പറഞ്ഞു. നല്ല വ്യക്തിയാണ്. എൻ്റെ ഏട്ടൻ തുല്യമായിട്ട് ഞാൻ ഇന്നും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് K. സുധാകരൻ. ഞാൻ എന്ത് പറയുക, ഏട്ടനല്ല അതിനപ്പുറം അത്ര എനിക്ക് സ്നേഹമാണ്. പക്ഷെ ആ വ്യക്തി സ്നേഹമല്ല വേണ്ടത്, ഒരു MP സ്നേഹമാണ് വേണ്ടത്. MP-യും വ്യക്തിയും തമ്മിൽ രണ്ടും രണ്ടാണ്. ആ MP-ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഞാൻ സത്യസന്ധമായി പറയാൻ ആ കാര്യം സാർക്ക് പറ്റൂല. അദ്ദേഹത്തിനുള്ള സാമ്യമില്ല, അല്ല കഴിവില്ല, എന്താണെന്നറിയില്ല, കഴിവും ഇല്ല എന്ന് എനിക്ക് പറയാം. ഒരു രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം അത്ര തന്നെയാണ്. കാരണം അത് കൺവിൻസ് ചെയ്യിപ്പിച്ച് സാധിച്ചെടുക്കണം. അതിന് ക്ഷമയും വേണം, ഇതൊക്കെ ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിനോട് ചെയ്യാൻ പറ്റുന്നത്, കേന്ദ്രത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 2009 മുതൽ 2014 വരെ എന്ന് പറയുമ്പോൾ അന്ന് UPA-യുടെ MP ആയിരുന്നു, ഭരണവും UPA-യുടേതായിരുന്നു. അന്ന് ചെയ്യാൻ പറ്റാത്തതാണോ ഇനി NDA ഭരിക്കുന്ന സമയത്ത് ഈ ഒരു MP ചെയ്യാൻ പോകുന്നത്? ഇതാണോ വേണ്ടത്? ഇതായിരുന്നു കോൺഗ്രസ്. എവിടെ എത്തിക്കിടക്കുന്നത്? ഇനിയിപ്പം 10-50 സീറ്റിൽ താഴെയായി. ഇനിയിപ്പോൾ എവിടെ എത്തും? എന്താ സ്ഥിതി? എന്നാലും കുടുംബവാഴ്ച, എൻ്റെ അച്ചാച്ചൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, ഇത് മാത്രമാണ് വേണ്ട നേതൃത്വത്തിൽ. ഇതാണോ വേണ്ട? ഇങ്ങനെ ആര് നന്നാവാന്? മറ്റുള്ള BJP അങ്ങനെയാണോ? നരേന്ദ്രമോദി കഴിഞ്ഞാൽ തീർന്നു, കുടുംബവാഴ്ച തീർന്നു, ഇനി അടുത്തയാൾ. അതല്ലേ ഇവിടെ അതല്ലേ ഉള്ളത്? ഇങ്ങനെയാണോ വേണ്ടത്? വിവരമുള്ള ഒരു ആളും ഇനി കോൺഗ്രസ്സിൽ അധിക കാലം ഉണ്ടാവില്ല. പതുക്കെ അല്ല, ഇനി എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസ് കാലിയാകാൻ പോവുക. കാരണം വിവരം വെച്ച് തുടങ്ങി ജനങ്ങൾക്ക്, പാർട്ടിയിലെ പ്രവർത്തകർക്ക് തന്നെ വിവരം വെച്ച് തുടങ്ങി. ഇതും കൂടിയാണ് ലാസ്റ്റ് ടെസ്റ്റ് വരുന്നത്. ഇത് കഴിഞ്ഞാലും നോക്കിക്കാം പൊട്ടിപ്പാളീസാവും. ഞാൻ അതുകൊണ്ട് കോൺഗ്രസ് വിടാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് വികസനത്തിൽ ഊന്നിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നും NDA സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മനോജ് കുമാർ പറഞ്ഞു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C. രഘുനാഥ് മനോജ് കുമാറിനെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, മേഖലാ ജനറൽ സെക്രട്ടറി KK വിനോദ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുഴി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ നിലനിൽപ്പില്ലെന്ന് BJPക്ക് തന്നെ മനസ്സിലായി. രാഹുൽ ഗാന്ധിക്കെതിരെയും കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഒറ്റ പ്രത്യയശാസ്ത്രത്തിലെന്ന് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. മോദിയെ താഴെയിറക്കാനാണെങ്കിൽ ഇരുവർക്കും ഒന്നായി മത്സരിച്ചാൽ മതിയെന്നും ശ്രീകാന്ത്. കണ്ടൽക്കാട്ടിൽ മാലിന്യം തള്ളി തോട്ടട പോപ്പുലർ മെഗാ മോട്ടോഴ്സിന് 25,000 രൂപ പിഴ. തുടർ നടപടിക്ക് നിർദ്ദേശം. മാലിന്യം സ്വന്തം ചെലവിൽ തിരിച്ചെടുപ്പിച്ച് സ്ക്വാഡ്.
കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ, മെഗാമാൾ കാഞ്ഞങ്ങാട്, റിയാദ് മാൾ പയ്യന്നൂർ, മെയിൻ റോഡ് ഇരട്ടി, M സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. വാർത്തയിലേക്ക്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികൾ മത്സരിക്കുന്നത് മോദി സർക്കാരിനെ താഴെയിറക്കുക എന്ന അജണ്ടയോടെയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. ഒരേ ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇരു പാർട്ടിക്കും ഒരു മുന്നണിയായി പ്രവർത്തിക്കുകയാണ് നല്ലതെന്ന് ശ്രീകാന്ത് പറഞ്ഞു. ജനങ്ങളും അണികളും പോലും ഇത്തരത്തിൽ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. പുതിയ വോട്ടർമാർ NDAക്ക് അനുകൂലമായിട്ട് മോദിജിയുടെ വികസന നയങ്ങൾ ആകർഷിതരായിട്ട് കണ്ണൂരിലെ വികസനത്തിന് വേണ്ടി അവർ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ സാധാരണഗതിയിൽ BJPക്ക് എതിരായിട്ടാണ് നിന്നിരുതെങ്കിൽ ഇത്തവണ അതിലും മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം ഇത്തവണ കണ്ണൂരിലും NDAക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ ശബരിമല വിഷയം കൊണ്ട് അയ്യപ്പ ഭക്തന്മാർ, ആ അയ്യപ്പ വിശ്വാസികൾ ഏത് സാഹചര്യത്തിലും പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പാടില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി PK ശ്രീമതി പ്രത്യേകിച്ച് ഹൈന്ദവ വനിതാ ഭക്തന്മാരെ അപമാനിച്ചതിലൊക്കെ പ്രതിഷേധിച്ച് ശ്രീമതി ടീച്ചർ ജയിക്കാൻ അനുവദിക്കരുത് എന്നൊരു നിലപാട് സ്വീകരിക്കുകയും അതിന്റെ ലാഭം കഴിഞ്ഞ തവണ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം
സുധാകരന് ലഭിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ സുധാകരൻ അങ്ങനെ ഒരു വലിയ വിജയം നേടിയിട്ടും ഈ ലോകസഭാ മണ്ഡലത്തിൽ യാതൊരു തരത്തിലുള്ള വികസനം കൊണ്ടുവരാനോ ഇവിടുത്തെ വിഷയങ്ങൾ ഇടപെടാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് അണികൾക്കിടയിൽ തന്നെ വലിയ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്, പ്രതിഷേധമുണ്ട്. അത് ഇത്തവണ NDAക്ക് അനുകൂലമായിട്ട് വോട്ടായിട്ട് മാറും. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിച്ച ജില്ലാതല വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിൽ ആദ്യ ദിനം പോസ്റ്റൽ വോട്ട് ചെയ്തത് 512 തെരഞ്ഞെടുപ്പ് ജോലിയുള്ള ജീവനക്കാർ. 3336 ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള ബാലറ്റാണ് ജില്ലാതല VFC ലഭ്യമായിരുന്നത്. ഏപ്രിൽ 24 വരെ ജില്ലാതല VFC പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശപ്രകാരം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനാണ് ജില്ലാതല VFC ആരംഭിച്ചത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ അർഹതപ്പെട്ടവർക്ക് തിരിച്ചറിയൽ രേഖയുമായി എത്തി വോട്ട് രേഖപ്പെടുത്താം. കേന്ദ്രത്തിൽ 7 കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഏപ്രിൽ 24 വരെ ജില്ലാതല VFC പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, വീഡിയോഗ്രാഫർമാർ, ഡ്രൈവർമാർ, ഫ്ലൈം സ്ക്വാഡുകൾ, ഭരണാധികാരികളുടെയും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും നോഡൽ ഓഫീസർമാരുടെയും ഓഫീസുകളിൽ നിയോഗിക്കപ്പെട്ടവർ തുടങ്ങിയവരിൽ ഫോറം 12 മുഖേന പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ സമർപ്പിച്ചവർക്കാണ് ഈ അവസരം. തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാർക്ക് എന്നിവർക്ക് പരിശീലന കേന്ദ്രത്തിൽ സജ്ജീകരിച്ച VFCയിൽ വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ജില്ലാ ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തി വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ട്. പോസ്റ്റൽ ബാലറ്റ് പേപ്പർ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ VFCയിൽ വോട്ട് ചെയ്യാൻ സാധിക്കൂ. നിലവിൽ പോസ്റ്റൽ ബാലറ്റ് അനുവദിച്ചവർക്ക് SMS വഴി വിവരം അറിയിക്കുന്നതും കൂടാതെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതുമാണ്. പോസ്റ്റൽ ബാലറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് എല്ലാ ദിവസവും രാവിലെ 11 മണിക്കും വൈകിട്ട് 7 മണിക്കും പ്രസ്തുത വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന KK രാജന്റെ 3ാം ചരമവാർഷിക ദിനത്തിൽ NCPS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം NCPS ദേശീയ പ്രവർത്തക സമിതി അംഗവും സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയുമായ AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും രാജാണ് ചെയ്തു. ഒരുപാട് ചെയ്യാൻ അനുവദിച്ചിട്ട് എല്ലാം രാജൻ തന്നെ ചെയ്യാൻ ചെയ്തു. ആ കുടുംബത്തിൻ്റെ ദുഃഖവും അനുബന്ധമായ വിഷയങ്ങളൊക്കെ തന്നെ രാജൻ ഏതെല്ലാം നിലയിലാണ് കൈകാര്യം എന്ന് ഓർമ്മിക്കുമ്പോഴാണ് ആ സ്നേഹബന്ധത്തിൻ്റെ ആഴവും പരപ്പും ഞങ്ങളിപ്പോഴും വികാരഭരിതരാണ്. രാഷ്ട്രീയ നിലപാട്, കാഴ്ചപ്പാട് ഇതൊക്കെ സ്വീകരിക്കാനും അദ്ദേഹം വ്യക്തിബന്ധങ്ങളെ ഒരിക്കലും അകൽച്ചയിലേക്ക് കൊണ്ടുപോകാനും അതിനെ വികൃതമാക്കാൻ ശ്രമിച്ചിട്ടേയില്ല. സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, ജനതാദൾ S സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് മന്തമ്പത്ത്, കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, NCPS സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രവീന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറിമാരായ C ബാലൻ, C സത്യചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. NCPS ജില്ലാ പ്രസിഡന്റ് K സുരേശൻ അധ്യക്ഷത വഹിച്ചു. VC വാമനൻ സ്വാഗതവും PT സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് NCPS സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ PC അശോകൻ, അജയൻ പായം, KV രജീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പ്രദീപൻ തൈക്കണ്ടി, O ബാലകൃഷ്ണൻ, K ജയദേവൻ, K പ്രസന്ന, ബ്ലോക്ക് പ്രസിഡന്റുമാരായ KK രഞ്ജിത്ത്, പുരുഷു വരക്കൂൽ, മീത്തൽ കരുണാകരൻ, K ശിവദാസൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജനും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. വളപട്ടണം സ്വദേശിക്ക് 37,000 രൂപ നഷ്ടമായി. വാട്സപ്പ് വഴി വന്ന ഓൺലൈൻ പാർട്ട് ടൈം ജോലി ചെയ്ത് പണം സമ്പാദിക്കാം എന്ന സന്ദേശം കണ്ട് പണം നൽകിയ വളപട്ടണം സ്വദേശിക്കാണ് 37,000 രൂപ നഷ്ടമായത്. പാർട്ട് ടൈം ജോലി എന്ന പേരിൽ പലതരത്തിലുള്ള ടാസ്കുകൾ നൽകിയാണ് പരാതിക്കാരനെ തട്ടിപ്പിനിരയാക്കിയത്.
ടാസ്ക് ചെയ്യുന്നതിനായി പണം നൽകിയാൽ ടാസ്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പണം ലാഭത്തോടുകൂടി തിരികെ നൽകും. അതുവഴി കൂടുതൽ പണം സമ്പാദിക്കാം എന്നാണ് വാഗ്ദാനം. തുടക്കത്തിൽ ലാഭത്തോടുകൂടി പണം തിരികെ ലഭിക്കുമെങ്കിലും പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് ടാസ്ക് പൂർത്തീകരിച്ചാലും പണം തിരികെ നൽകാതെ വഞ്ചിക്കുന്നതാണ് ഇത്തരക്കാരുടെ രീതി. ഇത്തരത്തിൽ നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. പലരും ലക്ഷങ്ങൾ നഷ്ടമായവർ. സമാനമായ തട്ടിപ്പിൽ പാനൂർ സ്വദേശിക്ക് 7,670 രൂപ നഷ്ടമായി. മറ്റൊരു പരാതിയിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിർമ്മിച്ച് തലശ്ശേരി സ്വദേശിനിയുടെ കയ്യിൽ നിന്നും 15,000 രൂപ തട്ടിയെടുത്തു. പരാതിക്കാരന്റെ സുഹൃത്താണെന്ന വ്യാജേന ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് പണം ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീടാണ് അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തുടർന്ന് പോലീസിന് പരാതി നൽകുകയായിരുന്നു. വ്യാജ ജിയോ വെബ്സൈറ്റിന്റെ ലിങ്ക് വഴി മയിൽ സ്വദേശിക്ക് നഷ്ടമായത് 2,988 രൂപ. ഫേസ്ബുക്കിൽ വന്ന വെബ്സൈറ്റിന്റെ വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് UPI പിൻ നൽകിയതോടെയാണ് പണം നഷ്ടമായത്. ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടതും വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പണം നൽകുകയോ ചെയ്യരുത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതോ ആണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ടൽക്കാട്ടിൽ മാലിന്യങ്ങൾ തള്ളിയ വാഹന സർവീസ് സെന്ററിന് 25,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചു. തോട്ടടയിലെ ടാറ്റയുടെ സർവീസ് സെന്ററായ പോപ്പുലർ മെഗാ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് 25,000 രൂപ പിഴ കൊടുക്കേണ്ടത്. വർക്ക്ഷോപ്പ് മാലിന്യങ്ങളാണ് അപകടകരമായ രീതിയിൽ ജലാശയത്തിലേക്ക് തള്ളിയത്. 1 ടണ്ണിലധികം മാലിന്യങ്ങൾ സ്ഥാപനത്തിന്റെ ചെലവിൽ 1 മണിക്കൂറിനകം നീക്കം ചെയ്യിപ്പിച്ചു. റോഡിൽ ജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി നിക്ഷേപിച്ചതിന് തൃക്കപാലത്തെ ദേവ് ബേക്കറിക്കും 5,000 രൂപ സ്ക്വാഡ് പിഴ ചുമത്തിയിട്ടുണ്ട്. കടമ്പൂർ പഞ്ചായത്തിലെ മമ്മാക്കുന്നിനു സമീപം 6-ാം വാർഡിലെ കണ്ടൽക്കാടുകളിലാണ് വ്യാപകമായി മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്ന് പരാതി ഉയർന്നത്. തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയ 2 സ്ഥാപനങ്ങളെ കണ്ടെത്തി പിഴ ചുമത്തി തുടർ നടപടികൾക്കായി കടമ്പൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ഇതിൽ അപകടകരമായ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വർക്ക്ഷോപ്പ് അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, എയർ ഫിൽട്ടറുകൾ, ഓയിൽ ക്യാനുകൾ, കോട്ടൺ വേസ്റ്റ്, സ്പെയർ പാർട്സിന്റെ അവശിഷ്ടങ്ങൾ എന്നിവ നിക്ഷേപിച്ച തോട്ടടയിലെ ടാറ്റയുടെ സർവീസ് സെന്റർ ആയ പോപ്പുലർ മെഗാ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി. ഈ സ്ഥാപനത്തിൽ നിന്നും കണ്ടൽക്കാട്ടിലും റോഡിലുമായി നിക്ഷേപിച്ച അപകടകരമായ ഉൾപ്പെടെ 1 ടണ്ണിലധികം മാലിന്യം സ്ഥാപനത്തിന്റെ ചെലവിൽ 1 മണിക്കൂറിനകം സ്ക്വാഡ് നീക്കം ചെയ്യിപ്പിച്ചു. ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിച്ചതിന് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 25,000 രൂപയാണ് സ്ഥാപനത്തിന് പിഴ ചുമത്തിയത്. ഇതേ സ്ഥലത്തിന് സമീപത്തായി റോഡിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി നിക്ഷേപിച്ചതിന് പെർലശ്ശേരി പഞ്ചായത്തിലെ തൃക്കപ്പാലം ദേവം ബേക്കറിക്കും 5,000 രൂപ സ്ക്വാഡ് പിഴ ചുമത്തി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും മാലിന്യം തള്ളുന്ന വണ്ടികൾ പിടിച്ചെടുക്കുമെന്നും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ സുധീഷ് EP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, കടമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീസ് മുഹമ്മദ് NV തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,615 രൂപ, പവന് 52,920 രൂപ, വെള്ളി 90 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ നിലനിൽപ്പില്ലെന്ന് BJPക്ക് തന്നെ മനസ്സിലായി. രാഹുൽ ഗാന്ധിക്കെതിരെയും കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഒറ്റ പ്രത്യയശാസ്ത്രത്തിലെന്ന് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. മോദിയെ താഴെയിറക്കാനാണെങ്കിൽ ഇരുവർക്കും ഒന്നായി മത്സരിച്ചാൽ മതിയെന്നും ശ്രീകാന്ത്. കണ്ടൽക്കാട്ടിൽ മാലിന്യം തള്ളി തോട്ടട പോപ്പുലർ മെഗാ മോട്ടോഴ്സിന് 25,000 രൂപ പിഴ. തുടർ നടപടിക്ക് നിർദ്ദേശം. മാലിന്യം സ്വന്തം ചെലവിൽ തിരിച്ചെടുപ്പിച്ച് സ്ക്വാഡ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.